മംഗളത്തിൽ മധുരൽ പാടി ഒരു നാരിയെ തേടി മഹർമാല എടുത്തും കൊണ്ടാടുപ്പു പൊതുമാനൻ ഇരാവനുന്നേ മാനൻ ഇരാവനുന്നേ അടിപൊളി. ഹലോ ഹായ്, സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു ഇക്ക. മോന്റെ പേര് മാഹിൻ, മോന്റെ പേര് ഇസ്ഹാഖ്, എന്താ പേര് ഇസ്മായിൽ, മോന ഷംസുദ്ദീൻ. ഓക്കെ, പേരെന്താണ്? സൽമ അവാമ. കോങ്കോട്ടം. പേരെന്താ? രതീഷ്. ഓക്കെ, നന്നായിരുന്നു, എല്ലാവരും ഗംഭീരമായിരുന്നു. ഇന്നസ് പക്രു, തെസ്നി. ഒരു ഗ്രാൻഡ് എൻട്രി തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി നമ്മൾ ഇവർക്ക് നേരിട്ട് ഇവിടെ തന്നെ ഒരു നല്ല കയ്യടി കൊടുക്കുകയാണ്. ഈ ടീമിനെ നമുക്ക് പരിചയപ്പെടണം, കാരണം ഇവരായിരിക്കും ഇന്ന് നമ്മളോടൊപ്പം ഈ എപ്പിസോഡ് ത്രൂ ഔട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ഈ ടീം എന്ന് പറയുന്നത് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡ് എന്നാണ് ഇവരുടെ ഓർഗനൈസേഷന്റെ പേര്. അതെ, ഇവര് മലപ്പുറത്തെ പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത്. അതെ, ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്കത് കണ്ടറിയാം. എന്താണ് ഈ ഓർഗനൈസേഷൻ, ഇവിടെ എങ്ങനത്തെ രീതിയിലുള്ള സുഹൃത്തുക്കളാണ് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കണ്ടറിയാം. എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം, പ്ലീസ്. ഭിന്നശേഷിക്കാർ എന്ന പേര് നൽകി വർഷങ്ങളോളം വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിയേണ്ടി വരുന്നവരാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഞങ്ങൾ അവരെ പരിഗണിക്കുന്നത്
ഭിന്നശേഷിക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ചില സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ഒരു സ്വീകർത്താക്കളാക്കി മാറ്റുന്നതിന് പകരം അവരുടെ കോൺട്രിബ്യൂട്ടറി അംഗങ്ങളാക്കിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകരായിട്ടും ജീവനക്കാരായിട്ടും അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂഷൻ ലെവലിലും പ്ലാനിങ് ലെവലിലും ഒക്കെ ലീഡിങ് അവസ്ഥ നൽകുന്നതോടുകൂടി അവരുടെ ആ സൊസൈറ്റിയിൽ തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് ഇവരെ പറ്റി പറയാനുള്ളത്? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടില്ല നമ്മൾ. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും തോന്നുന്നത് ഈ പ്രസ്ഥാനത്തോട് ഇതിൻ്റെ പിന്നിൽ അണിനിരന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത് സാധാരണ എല്ലാവരെയും പോലെയാണ് ഞങ്ങളും എന്ന് അവർക്കൊരു മാനസികമായിട്ട് ഒരു കോൺഫിഡൻസ് നൽകുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് മാറ്റി നിർത്തപ്പെടുകയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഞങ്ങളും അധ്വാനിച്ച് നിങ്ങളെ പോലെയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അത് തന്നെയാണ് അതിൻ്റെ ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്.